സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നിവാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉന്മയായിട്ടിന്നെഴുതിയിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശുവ വിളിച്ചിടുന്നു. വാഴ്വിനാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിയുകയോ? വന്നുടൻ പാദം ചേർന്നിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശുവ വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും ഘോരകുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി തന്നടിപ്പിണരാൽ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശുവ വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കുന്നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിന്റെ രക്ഷകനീ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശുവ വിളിച്ചിടുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം പറഞ്ഞ 10 കൽപ്പന അനുസരിക്കണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷെങ്കിൽ ആ കൽപ്പനകൾ അനുസരിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 10 കൽപ്പനയിൽ 4-ാം കൽപ്പനയായ ശബത്ത് അതാരും തന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. ആ ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കണം. അത് ശനിയാഴ്ച ദിവസമാണെന്ന് യഹൂദന്മാർ അവരുടെ ഇടയിൽ അവർക്കറിയാം. ശനിയാഴ്ച ദിവസമാണ് ആ ശബത്തിന് ഫോളോ ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെ ക്രിസ്ത്യാനികൾ അത് ഞായറാഴ്ച ദിവസം ആക്കി വച്ചിരിക്കുന്നു. മനുഷ്യരാക്കിയ ദിവസവും കൽപ്പനകളുമൊക്കെ ജനങ്ങളിങ്ങനെ അനുസരിക്കുന്നു. പക്ഷെ ദൈവം പറഞ്ഞത് എന്താണ്? ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കണം. അത് ശനിയാഴ്ച ദിവസമാണെന്ന് നമുക്ക് യഹൂദന്മാരുടെ ഇടയിൽ ഇസ്രായേലിൽ നിന്നും അവിടാണല്ലോ വചനം, അവിടെ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. ആ വചനം മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ശനിയാഴ്ച ദിവസമാണ് ആ സ്വസ്ഥത. പക്ഷെ ക്രിസ്ത്യാനികളെയൊക്കെ തെറ്റായിട്ടുള്ള പഠിപ്പീരുകൾ ആദ്യകാലങ്ങളിലെ വന്നതുകൊണ്ടാണ് ഈ ഞായറാഴ്ച ദിവസത്തെ ആക്കി വച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് കോൺസ്റ്റന്റ് ചക്രവർത്തി
ജാതികളെയെല്ലാം പിടിച്ച് ശനിയാഴ്ച ദിവസത്തെ എടുത്ത് ഞായറാഴ്ചയാക്കി വെച്ചിരിക്കുന്നു. ഈ കൽപ്പന തെറ്റിച്ച് പഠിപ്പിക്കുന്ന ആരായാലും ദൈവരാജ്യത്ത് അവൻ ഏറ്റവും ചെറിയവനായിരിക്കും എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള വചനം വായിച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സ്വസ്ഥത ശനിയാഴ്ച ദിവസമാണ്. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. യഹൂദന്മാരുടെ ഇടയിൽ അവർ ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച വൈകിട്ട് വരെ അവർ ₹1 പോലും അന്നത്തെ ദിവസം കൊടുക്കലോ വാങ്ങലോ ഒന്നുമില്ല. ആ 24 മണിക്കൂറും ആ സ്വസ്ഥതയിൽ അവർ പൂർണ്ണമായി പ്രവേശിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്നാണല്ലോ നമുക്ക് ഈ വചനങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴയ പാതകൾ പോയി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ സ്വസ്ഥത, ഈ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ദിവസം, 6 ദിവസം അധ്വാനിച്ച് മനുഷ്യൻ 7-ാം ദിവസം ദൈവം സ്വസ്ഥതയിൽ പ്രവേശിച്ച ആ സ്വസ്ഥത മനുഷ്യന് തന്നിരിക്കുന്നു. അതാണ് ശബാത്ത്. മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പന, അതിൽ 4-ാം കൽപ്പനയായ ശബത്ത്, അതിപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പഠിപ്പിക്കുന്നില്ല. അതിനെ, ആ സ്വസ്ഥതയെ മാറ്റി ഞായറാഴ്ച ദിവസമാക്കി വെച്ചിരിക്കുന്ന അന്നത്തെ കാലത്തെ നേതാക്കന്മാർ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും സഭകളിൽ പോയി അതിനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ കട്ടിയാഹാരം, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കണമെങ്കിൽ കട്ടിയായിട്ടുള്ള ആഹാരം തന്നെ കഴിക്കണം. മായമില്ലാത്ത ആ വചനം അതുപോലെ തന്നെ പഠിപ്പിക്കണം. ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്ന ആ കൽപ്പന പുതിയ നിയമത്തിലും അപ്പോസ്തലന്മാരെല്ലാം ശബത്ത് ദിവസമാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അവരാ ശബത്തിനാണ് യഹൂദന്മാർക്കും യവനന്മാർക്കും എല്ലാം വചനങ്ങൾ പറഞ്ഞു കൊടുത്തത്. പക്ഷെങ്കിൽ അത് അനുസരിക്കേണ്ട, അത് ഞായറാഴ്ച ദിവസമാണ് എന്ന് പഠിപ്പിച്ച് മനുഷ്യരെയെല്ലാം തെറ്റിച്ച് കളയുന്നു. ആരെങ്കിലും ഇത് അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ വീടുകളിലിരുന്ന് തന്നെ ആ ശബാത്ത് ദിവസത്തെ ഫോളോ ചെയ്യുക. അന്നത്തെ ദിവസം ഏത് ജോലിയായിരുന്നാലും അത് മാറ്റിവെച്ച് ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചാൽ പിതാവിങ്കൽ നിന്നുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. സത്യം അന്വേഷിച്ച് ചെന്നാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നിങ്ങളെ വഴി നടത്തും. ദൈവാത്മാവ് ഉള്ളിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം, ആ സത്യവചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ബൈബിളുകൾ വായിച്ച് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ എല്ലാവരും ഉത്സാഹിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ഈ ശബത്ത്, ഈ സ്വസ്ഥത ആവശ്യം തന്നെയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും
അടുത്തിരിക്കുന്നു. ദൈവപുത്രനായ യേശുവ ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ഈ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണം എന്നാണ് എബ്രായർ ലേഖനം 4-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഈ സ്വസ്ഥതയെ തെറ്റായി പഠിപ്പിക്കുന്ന ഏവരും തന്നെ ദൈവരാജ്യത്ത് ഏറ്റവും ചെറിയവരാണ്. ഇങ്ങനെ ഇരിക്കച്ചേഴി ഈ വചനങ്ങൾ പഠിപ്പിച്ച് മനുഷ്യൻ്റെ അറിവും ജ്ഞാനവും സ്വന്തമായിട്ടുള്ള കഴിവൊക്കെ വെച്ച് ഈ വചനങ്ങളെ പഠിപ്പിച്ച് മനുഷ്യരെ തെറ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു. ദൈവവചനങ്ങൾ വായിക്കുന്നില്ല, അത് മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ ലോകത്തെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ച് മനുഷ്യർ ജീവിക്കുകയാണ്. പലരും പല അസുഖങ്ങളാലും പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ എന്താണ്? വിശുദ്ധന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ആരായാലും അവർക്ക് രൂപാന്തരം പ്രാപിക്കും എന്നാണ് വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങൾ അനുസരിക്കുക, സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെങ്കിൽ ഈ കൽപ്പനകൾ പ്രമാണിക്കണം ആരായാലും. ഈ ലോകം തരുന്ന സ്നേഹമല്ല ദൈവസ്നേഹം. ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, വചനങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്.